So welcome back to our channel. So നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെമസ്റ്റർ 5 അതായത് S5 യുടെ ക്ലാസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിൻ്റെ S5 ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന S5ൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കോർ സബ്ജക്റ്റായ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സോ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? അതിൻ്റെ കോഡ് വന്നിട്ട് CST305 ആണ് കോഴ്സ് കോഡ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ 1 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ മെയിൻലി മൊഡ്യൂൾ 1ൽ നമുക്ക് പഠിക്കാനുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് എന്താണ് ഒരു സോഫ്റ്റ്വെയർ, എന്താണ് ഒരു ഹാർഡ്വെയർ, അതുപോലെ എന്തൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ മൊഡ്യൂൾ 1ൽ ബേസിക്കലി നമ്മൾ പറഞ്ഞു ആദ്യം നമുക്ക് നോക്കാനുള്ള എന്താണ് ഒരു സോഫ്റ്റ്വെയർ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത്. സോ നമുക്ക് ആദ്യം ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്ത് പോകാം. സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദി സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അതേപോലെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ റൈറ്റിംഗ് ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആർ കൺട്രോൾഡ് വിയ ദിസ്. അതേപോലെ കമ്പ്യൂട്ടറിലെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, ഇതേപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെയാണ് കൺട്രോളിങ് നടക്കുന്നത്. ഇഫ് ഡാമേജ്ഡ് ഓർ കറപ്റ്റഡ് ബാക്കപ്പ് കോപ്പി ക്യാൻ ബി ഇൻസ്റ്റാൾഡ് അഗെയിൻ. സോ മെയിൻലി നമുക്കറിയാവുന്ന ഒരു സോഫ്റ്റ്വെയർസിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ആൻറ്റി വൈറസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ടൂൾ, ഇതൊക്കെ എന്താണ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഹാർഡ്വെയർ ആണ്. സോ സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചു, ഇനി ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയർ എന്താണ്, നമുക്ക് ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാൻ പറ്റാത്തതൊക്കെ സോഫ്റ്റ്വെയർ ആണ്. അതൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. സോ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ പാർട്സിനെ നമുക്ക് ഹാർഡ്വെയർ എന്ന് പറയാം. അതുപോലെ ഈ ഹാർഡ്വെയർ നമുക്ക് തൊടാനും, അതേപോലെ വി ക്യാൻ ടച്ച്, വി ക്യാൻ സീ ആൻഡ് വി ക്യാൻ ഫീൽ ഇറ്റ്. ഓക്കെ, സോ ബിക്കോസ് എന്താണ് ഫിസിക്കൽ പാർട്ടാണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ പാർട്ട്. ഓക്കെ, കൺസ്ട്രക്റ്റഡ് യൂസിങ് ഫിസിക്കൽ കമ്പോണൻസ്. ഫിസിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടാണ് അതിനെ ഹാർഡ്വെയർ എന്നും മറ്റേതിനെ സോഫ്റ്റ്വെയർ എന്നും പറയുന്നത്. അതുപോലെ ഓപ്പറേറ്റ്സ് അണ്ടർ കൺട്രോൾ ഓഫ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൻ്റെ കൺട്രോളിനനുസരിച്ച് തന്നെയാണ് ഈ ഹാർഡ്വെയർ വർക്ക് ചെയ്യുന്നത്. സോ ഒരു കമ്പ്യൂട്ടറിന് എന്തായാലും എന്ത് വേണം, സോഫ്റ്റ്വെയർ പ്ലസ് ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസ് ക്ലിയർലി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഇതിൽ പറയുന്നത് എന്താണ്, ഹാർഡ്വെയർ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യണ ആരാണ്, സോഫ്റ്റ്വെയറിൻ്റെ ബേസിസ് ആണ്. ഇഫ് ഡാമേജ് ക്യാൻ ബി റീപ്ലേസ്. ഡാമേജ് ആയ എന്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റും. എക്സാമ്പിൾ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ്, കീബോർഡ്, മോണിറ്റർ, മൗസ്, ഇതൊക്കെ എന്താണ് ഹാർഡ്വെയറിന് എക്സാമ്പിളാണ്. ഇനി മെയിനായിട്ട് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്, നമ്മൾ കൊച്ചു ക്ലാസ്സിലും പഠിക്കുന്നതാണ് സോഫ്റ്റ്വെയർ വേഴ്സസ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ. ഓക്കെ, സോ മെയിൻലി സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു, നമ്മളൊന്ന് കവറപ്പ് ചെയ്ത് നമുക്ക് നോക്കാം ഒന്നും കൂടെ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ടെൽസ് എ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു. കമ്പ്യൂട്ടറിന് ഒരു ഇൻസ്ട്രക്ഷൻ രൂപേണ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണെന്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അതൊരു ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ സെറ്റ് ആയിരിക്കും. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ എലമെൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഹാർഡ്വെയർ. മെയിൻലി സോഫ്റ്റ്വെയർ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും. സോ നമുക്ക് ഡീപ്പായിട്ട് സോഫ്റ്റ്വെയറിൻ്റെ നമ്മൾ മെയിൻലി ഹാർഡ്വെയർ അല്ല നമ്മൾ ഈ കോഴ്സിലുള്ള, നമ്മൾ ഈ സബ്ജക്റ്റിൽ മെയിൻലി പഠിക്കുന്നത് സോഫ്റ്റ്വെയർസിനെ പറ്റിയാണ്. സോ സോഫ്റ്റ്വെയർസിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 നോക്കാം. ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് നമ്മൾ മെയിൻലി പറഞ്ഞു, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, എന്തുണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. കാരണം ഇതിൽ നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയറിനെ പറ്റി ആദ്യം പഠിച്ചു. അതിൽ തന്നെ നമുക്ക് അറിയാം രണ്ട് സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിച്ചു, അത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ്, വാട്ട് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ കോർ സബ്ജക്റ്റിൻ്റെ പേരിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് നമ്മൾ ഡീപ്ലി ഈ ഒരു സബ്ജക്റ്റിലൂടെ എല്ലാ മൊഡ്യൂളും 5 മൊഡ്യൂളും സിസ്റ്റം സോഫ്റ്റ്വെയർസിൻ്റെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇറ്റ് കണ്ടെയ്ൻസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് സപ്പോർട്ട് ദ ഓപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കളക്ഷൻ ഓഫ് പ്രോഗ്രാം ആണെന്ത് സിസ്റ്റം സോഫ്റ്റ്വെയറിലുള്ളത്.
helps to run the computer hardware and computer system. കമ്പ്യൂട്ടർ സിസ്റ്റവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും റൺ ചെയ്യാനായിട്ട് കൺട്രോളിങ് സിഗ്നൽസ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആയിരിക്കും. ഹാൻഡിൽസ് ദ റണ്ണിങ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർഡ്വെയർ കൺട്രോളിങ് ആരാണ്? മെയിൻലി സോഫ്റ്റ്വെയർസ് ആണ് നടക്കുന്നത്. അത് ഹാൻഡിൽ ചെയ്യും. അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്. മെയിൻലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചതാണ്. ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. അതേപോലെ നമുക്ക് പഠിക്കാനുള്ള ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അതായത് കമ്പൈലർ, അസംബ്ലർ, ഇൻ്റർപ്രറ്റർ, മാക്രോ പ്രോസസ്സർ, ഇതൊക്കെ എന്താണ്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. ഇതും എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. അതേപോലെ ലോഡർ, ലിങ്കർ, ഡീബഗർ, ടെക്സ്റ്റ് എഡിറ്റർ, ഇതൊക്കെ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, നമുക്ക് നമ്മൾ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ അതായത് CST 305 മെയിൻലി എന്താണ്? ത്രൂ ഔട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഓരോന്നും ഡീപ്പായിട്ട് പഠിക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ SIC മെഷീനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കും. സെക്കൻഡ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതെല്ലാം കമ്പൈലർ എന്താണ്, ഇൻ്റർപ്രറ്റർ, അതേപോലെ മാക്രോ പ്രോസസ്സർ, ലിങ്കർ, ലോഡർ, ഇതിനെയൊക്കെ പറ്റി ഡീപ്പായിട്ടായിരിക്കും ഓരോ മൊഡ്യൂളിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ, അതായത് യൂസറിന് വേണ്ടി ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ആഗ്രഹം അനുസരിച്ച് നമ്മുടെ വിഷയമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മുടെ യൂസറിന് വേണ്ടി ഡിഫൈൻ ചെയ്ത് അക്കോംപ്ലിഷ് ചെയ്യുന്ന ഒരു ഇതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മെയിൻലി നമ്മുടെ ഗെയിംസ് ആയാലും നമ്മളിപ്പോൾ നമ്മുടെ ഫോണാണ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കി. നമ്മളെ ഫോണിൽ നമ്മൾ ആവശ്യമുള്ള ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യില്ല. ജസ്റ്റ് ആ ആപ്പ് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കസ് ഓൺ ആപ്ലിക്കേഷൻ ഓർ പ്രോബ്ലം ടു ബി സോൾവ്. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മുടെ നീഡ് അനുസരിച്ച് വേണ്ടി നമുക്കത്ര നമ്മുടെ ആവശ്യമാണ്. അതായത് നമുക്ക് എന്തായാലും ഈ സിസ്റ്റത്തിൽ ഇത് തന്നെ വേണം, ഈ ഒരു സോഫ്റ്റ്വെയർ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് എന്താണ്? ആ ഒരു സിസ്റ്റത്തിന് ആ ഒരു സോഫ്റ്റ്വെയർസ് എന്താണ്? ഇൻബിൽഡ് ആയിട്ട് അത് വേണം, മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ് ആ സോഫ്റ്റ്വെയർസ് ഒക്കെ. ഓക്കെ, എന്നാലേ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ്ലി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മുടെ നീഡിനനുസരിച്ച് നമ്മളാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളാണ് മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ മെയിൻലി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്ന ഓരോരോ സോഫ്റ്റ്വെയർസിനെ പറ്റിയാണ്. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന്. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ആക്ട് ആസ് എ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് സിസ്റ്റം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഇറ്റ് ആക്ട് ആസ് എ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് സിസ്റ്റം. യൂസറും സിസ്റ്റവും തമ്മിലൊരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതേപോലെ ഒരു യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്ന് നോക്കിക്കേ. പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻ, ഡേറ്റ മാനേജ്മെൻറ്റ്, പ്രൊവൈഡ് സെക്യൂരിറ്റി ഫോർ ജോബ്, ഇതൊക്കെയാണ് മെയിൻ. പിന്നെ നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണെന്ന് നമുക്കറിയാം. എന്തൊക്കെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് നമുക്ക് പഠിക്കുന്നുണ്ട്? കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, അസംബ്ലർ, അങ്ങനെ കുറച്ച് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന മൊഡ്യൂളിലും പഠിക്കുന്നതായിരിക്കും. മെയിൻലി ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഒരു സോഴ്സ് കോഡിനെ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് എന്തായിട്ട് മാറും? ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിലിനി നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട. എന്താണിത്? കമ്പൈലർ വേറെയല്ല, മെയിൻലി ഒരു സോഴ്സ് കോഡിനെ കമ്പൈലർ ഉപയോഗിച്ച് ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നതായിരുന്നു കമ്പൈലർ. അതിൽ മെയിൻലി ഹൈ ലെവൽ ലാംഗ്വേജിന് എന്താവും? മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് കമ്പൈലർ. ഇനി ഇൻ്റർപ്രറ്റർ അതേപോലെ എന്താണ് മെയിൻലി ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിൽ എന്താവും? മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അസംബ്ലർ വന്നിട്ട് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് അസംബ്ലർ. സോ അസംബ്ലർ മെയിൻലി ചെയ്യുന്നത് ഒരു സോഴ്സ് ടെക്സ്റ്റ് ഫയലിനെ അസംബ്ലർ ഉപയോഗിച്ച് ബൈനറി മെഷീൻ ലാംഗ്വേജ് അതിലോട്ട് കൺവേർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി ഒരു മെഷീൻ ലാംഗ്വേജ് നമുക്കൊന്ന് റീഡ് ചെയ്യാനോ ഒക്കെ ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സോഴ്സ് ടെക്സ്റ്റ് ഫയലിനെ എന്ത് ചെയ്യാണ്? അസംബ്ലർ ബൈനറി മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കമ്പൈലർ വേഴ്സസ് ഇൻ്റർപ്രറ്റർ വേഴ്സസ് അസംബ്ലർ. ജസ്റ്റ് വായിച്ച് പോവുക. ഇനി ലിങ്കർ. സോ ലിങ്കർ നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ഒന്നാണല്ലേ, എല്ലാവരും അധികം കേട്ടിട്ടുണ്ടാവില്ല. ലിങ്കർ എന്താണെന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് കമ്പൈനിങ് ദ വേരിയസ് പീസസ് ഓഫ് കോഡ് ഓഫ് എ ഡേറ്റ ഇൻ ടു സിംഗിൾ ഫയൽ ദാറ്റ് ക്യാൻ ബി ലോഡഡ് ഇൻ ടു മെമ്മറി ആൻഡ് എക്സിക്യൂട്ടീവ്. സോ മെയിൻലി ഇതൊരു ഓരോ വേരിയസ് പീസസ് ഓഫ് കോഡിനെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ഓരോ ഡേറ്റ എന്ത് ചെയ്യണം? ഒരു സിംഗിൾ ഫയലിലോട്ട്
അത് എന്നിട്ട് എന്ത് ചെയ്യും, മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് എക്സിക്യൂഷൻ നടത്തുകയാണ് മെയിൻലി ലിങ്കർ ചെയ്യുന്നത്. അതായത് ലിങ്കിങ് ദ പെർഫോംഡ് എ കമ്പൈൽ ടൈം വെൻ സോഴ്സ് കോഡ് ഇസ് ട്രാൻസ്ലേറ്റഡ് ടു മെഷീൻ കോഡ് അറ്റ് ലോഡ് ടൈം. ഓക്കെ, മെയിൻലി നമുക്ക് ലോഡർ ഇതിൽ തന്നെയാണ് എന്ത് പറഞ്ഞത്, ലിങ്കിങ് ലോഡറും ലിങ്കേജ് എഡിറ്ററൊക്കെ വരും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു ലോഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞ ലിങ്കർ പറഞ്ഞു. എന്താണ് ലിങ്കർ? പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് കമ്പൈനിങ് വേരിയസ് പീസസ് ഓഫ് കോഡ് ആൻഡ് ഡേറ്റ ഇൻ ടു എ സിംഗിൾ ഫയൽ. ഒരു സിംഗിൾ ഫയലിലോട്ട് വേരിയസ് ആയിട്ടുള്ള കോഡും ഡേറ്റയും എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും, മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. അതാണ് ലിങ്കർ മെയിൻലി ചെയ്യുന്നത്. ഓക്കെ, ലോഡർ എന്താണ്? ദ യൂട്ടിലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇറ്റ് കോപ്പീസ് ദ പ്രോഗ്രാം ഫ്രം എ സ്റ്റോറേജ് ഡിവൈസ് ടു കമ്പ്യൂട്ടർ മെയിൻ മെമ്മറി. അതായത് നമ്മുടെ ഒരു സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് പ്രോഗ്രാം എന്ത് ചെയ്യും, സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് കോപ്പി ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുകയാണ് ലോഡർ ചെയ്യുന്നത്. ഓക്കെ, ദേ ക്യാൻ റീപ്ലേസ് എ വിർച്വൽ അഡ്രസ് വിത്ത് റിയൽ അഡ്രസ്. ഓക്കെ, ഡീബഗർ അറിയാലോ. ഡീബഗർ മെയിൻലി എന്താ ചെയ്യുന്നത്, ബഗ്ഗിങ് ടൂളാണ് അല്ലേ. അത് ഇറേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് എന്ത്, ഡീബഗർ. അതിന് പ്രത്യേക ഡീബഗ്ഗിങ് ടൂൾസ് ഒക്കെ ഉണ്ട്. മെയിൻലി അതെന്ത്, ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇറേഴ്സ് ഒക്കെ ബഗ് ഫിക്സ് ചെയ്യാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഡീബഗർ യൂസ് ചെയ്യും. ദെൻ ഡിവൈസ് ഡ്രൈവേഴ്സ് അറിയാമോ. ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ മെയിൻലി ഒരു സോഫ്റ്റ്വെയർ മൊഡ്യൂളാണ്. മെയിൻലി അതെന്താണ്, ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ കമ്മ്യൂണിക്കേഷനും കൺട്രോളിങ്ങിനാണ് എന്ത് ചെയ്യണം, ഡിവൈസ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്യണം. മനസ്സിലായില്ല? അപ്പോൾ അതായത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ മെയിൻലി എൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇത് കാണുമല്ലോ, അതിനെ മാനേജ് ചെയ്യാനും കൺട്രോളിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡിവൈസ് ഡ്രൈവർ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം വാങ്ങിച്ചു, ആ സിസ്റ്റത്തിന് ഒരു പ്രിൻ്ററും കൂടി വാങ്ങിച്ചു. ആ പ്രിൻ്റർ നമ്മൾ ആ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ വേണം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ വേണം, എന്നാലേ പ്രിൻ്ററുമായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, അതാണ് മെയിൻലി ഡിവൈസ് ഡ്രൈവർ ചെയ്യുന്നത്. അതായത് എക്സ്റ്റേണലി ആയിട്ടുള്ള ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസിനെ കമ്മ്യൂണിക്കേഷനും കൺട്രോളിങ്ങിനും വേണ്ടി മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ മൊഡ്യൂളാണ് എന്ത്, ഡിവൈസ് ഡ്രൈവേഴ്സ്. ഓക്കെ, ഇനി മാക്രോ പ്രോസസ്സർ എന്താണെന്ന് നോക്കാം. മാക്രോ ഈസ് എ യൂണിറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻ ഓഫ് പ്രോഗ്രാം ജനറേഷൻ ത്രൂ എക്സ്പാൻഷൻ. സോ മെയിൻലി മാക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ അത് മെയിൻലി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇറ്റ് കോപ്പീസ് ദ സ്ട്രീം ഓഫ് ടെക്സ്റ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിലുള്ള ഒരു സ്ട്രീം ഓഫ് ടെക്സ്റ്റിന് അല്ലെങ്കിൽ ഒരു സോഴ്സ് ടെക്സ്റ്റ് ഫയലിനെ എന്ത് ചെയ്യും, കോപ്പി ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് പ്ലേസ് ചെയ്യും, അനദർ പ്ലേസിലോട്ട് കോപ്പി ചെയ്യും. എന്നിട്ട് മേക്കിംഗ് എ സിസ്റ്റമിക് സെറ്റ് ഓഫ് റീപ്ലേസ്മെന്റ് അഡ്ജസ്റ്റേഴ്സ്. സോ they are often embedded in other programs such as assemblers, compiler. ഈ മാക്രോ പ്രോസസ്സർ മെയിൻലി വേറെ പ്രോഗ്രാമേഴ്സിലും യൂസ് ചെയ്യുന്നത്, അതിൽ അസംബ്ലർ കമ്പൈലറൊക്കെ ഉണ്ട്. അതുപോലെ ഇത് മെയിൻലി എന്താണ്, ഒരു സ്പെസിഫിക് പ്രോഗ്രാം ജനറേഷനാണ് ഈ മാക്രോ എന്ന് പറഞ്ഞത്. അതെന്താണ്, ഒരു എക്സ്പാൻഷനിലൂടെയാണ് ഇത് മെയിൻലി ചെയ്യുന്നത്. അതായത് മാക്രോസ് ആർ സ്പെഷ്യൽ കോഡ് ഫ്രാഗ്മെന്റ്സ് ദാറ്റ് ആർ ഡിഫൈൻഡ് വൺസ് ഇൻ എ പ്രോഗ്രാം ആൻഡ് യൂസ്ഡ് ബൈ കോളിംഗ് ദം ഫ്രം വേരിയസ്. മാക്രോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെഷ്യൽ കോഡ് ഫ്രാഗ്മെന്റ്സ് ആണ്. അത് ഒരു പ്രാവശ്യം ഡിഫൈൻ ചെയ്ത് നമുക്ക് ഏത് പ്രോഗ്രാമിൽ എവിടെ വേണം യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ബൈ കോളിംഗ് ദം. ഓക്കെ, ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിൽ അത് ഡിഫൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വേരിയസ് പ്ലേസസിൽ അതിനെ കോൾ ചെയ്ത് നമുക്ക് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് ഒരു മാക്രോ പ്രോസസ്സറിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഈ സി പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ സി പ്രോഗ്രാമിൽ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കത്തില്ല. അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ഇപ്പം ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു ബി എന്നുവെച്ചാൽ ആ വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആ വേരിയബിൾ തന്നെ ആ പ്രോഗ്രാം ത്രൂ ഔട്ട് നമ്മൾ ആ പ്രോഗ്രാമിൽ ആ ഒരു വേരിയബിൾ തന്നെ റൺ ആവും. മനസ്സിലായി? നമുക്ക് we cannot change that. ഓക്കെ, അപ്പോൾ മാക്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ we can use a macro you must define it explicitly with the hash define. അപ്പോൾ മാക്രോ പ്രോസസ്സിൽ ഹാഷ് ഡിഫൈൻ നമ്മൾ കൊടുക്കുന്ന ഓർമ്മയുണ്ട്, ഒരു ഡയറക്റ്റീവാണ് ഹാഷ് ഡിഫൈൻ മെയിൻലി അതിനെ ഫോളോ ചെയ്ത് ഒരു മാക്രോ കോഡ് അല്ലെങ്കിൽ ഒരു നമ്പർ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുത്തിരിക്കും. ഇത് മെയിൻലി എന്താണ് ഉദ്ദേശിക്കുന്നത്,
ആ ഒരു പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു ബഫർ സൈസ്, ഇവിടെ എക്സാമ്പിൾ എന്താ കൊടുത്തത്, ബഫർ സൈസ് 1020 എന്നാണ്. അതായത് ആ ഒരു പ്രോഗ്രാമിൽ ബഫർ സൈസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു അവിടെയൊക്കെ അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 1020 ആയിരിക്കും. അത് ഡിഫൈൻ ചെയ്ത് വച്ചിട്ടുണ്ട്. വി കനോട്ട് ചേഞ്ച്. അതായത് ഒരു പ്രാവശ്യം ഡിഫൈൻ ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, അത് പല പല പ്ലേസസ് പ്രോഗ്രാമിൽ പല ഡിഫറെൻറ്റ് പ്ലേസസിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്ത് അതിനെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് മാക്രോ പ്രോസസ്സർ. ഇനി ടെക്സ്റ്റ് എഡിറ്റേഴ്സ് എന്താണ്, പ്രോഗ്രാം ദാറ്റ് അലോസ് ദ യൂസർ ടു ക്രിയേറ്റ് ദ സോഴ്സ് പ്രോഗ്രാം ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ് ഇൻ ദ മെയിൻ മെമ്മറി. അത് മെയിൻലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ യൂസറിന് ഒരു സോഴ്സ് പ്രോഗ്രാം, ഒരു ടെക്സ്റ്റിൻ്റെ ഫോമാറ്റിൽ സോഴ്സ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് എഡിറ്റേഴ്സ്. അത് മെയിൻ മെമ്മറിയിലായിരിക്കും ലോഡ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി അതിൽ വരുന്നത്, അതായത് നമ്മൾ യൂസേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാമിനെ ക്രിയേറ്റ് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ ഫോമാറ്റിൽ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് എഡിറ്റർ. മെയിൻലി ക്രിയേഷൻ, എഡിഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ ഓഫ് ഡോക്യുമെൻറ്റ് ഫയൽസ്, ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ മുഖേന, നമുക്കറിയാമല്ലോ ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാം, നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും, ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനും, അതേപോലെ നമുക്കതിനെ ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വേറെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ടെക്സ്റ്റ് എഡിറ്റർ. ഓക്കെ, സോ മെയിൻലി ഇത് ഇത്രയാണ് നമുക്ക് മെയിൻലി ഒരു ഇൻട്രൊഡക്ഷൻ ടു സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ വേരിയസ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് മെയിൻലി പഠിച്ചു. നമ്മൾ ഫസ്റ്റ് നമുക്ക് മെയിൻലി ഇതിൽ തൊട്ട് പഠിക്കാനുള്ളത് എന്താണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇതാണ് മെയിൻലി നമുക്ക് ആദ്യം ജസ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, ബാക്കിയുള്ളത് ജസ്റ്റ് ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു, അതിൻ്റെ ഒരു കണ്ടിന്യൂ എന്ന് വെച്ചാൽ മെയിൻ അത് പഠിച്ചാൽ അത് ഒന്ന് നോക്കിയാലും നമുക്ക് ബാക്കിയൊന്നും എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞു ഇല്ലേ. മെയിൻലി അതെന്ത്, കമ്പ്യൂട്ടറിനുള്ള ചിലൊരു സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ് കമ്പ്യൂട്ടറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാൻഡേറ്ററി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറും കമ്പ്യൂട്ടർ സിസ്റ്റവും റൺ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. മെയിൻലി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് അറിയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്, പിന്നെന്താണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് തന്നെ നമ്മൾ ഒരുപാടുണ്ട് അല്ലേ. അതിന് നമ്മൾ എന്തായാലും ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. കമ്പൈലർ, അസംബ്ലർ, ഇൻ്റർപ്രറ്റർ, മാക്രോ പ്രോസസർ, ലോഡർ, ലിങ്കർ, ഡീബഗർ, ടെക്സ്റ്റ് എഡിറ്റർ. ഓക്കെ, ഇതൊക്കെ വേരിയസ് ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. സോ മെയിൻലി ഇതിനെ പറ്റിയായിരിക്കും ത്രൂ ഔട്ട് ഈ മൊഡ്യൂളിൽ എല്ലാ മൊഡ്യൂളിലും കവറപ്പ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമ്മൾ എന്താണ് ഒരു SXC മെഷീൻ അതിനെപ്പറ്റി ബാക്കി മൊഡ്യൂൾ 1 കവർ ചെയ്ത് പോകുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺ ഇൻ അവർ ചാനൽ. താങ്ക് യു.